മടിയുള്ള ദിവസങ്ങളിലോ അതല്ലെങ്കിൽ ഒരുപാട് കൂട്ടാനുകളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് തക്കാളി മാത്രം മതിയിട്ട് ഒരു പ്ലേറ്റ് ചോറ് കാലിയാവുന്ന വഴി അറിയില്ല. ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും. 5 പഴുത്ത തക്കാളി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പഴുത്ത തക്കാളിനെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഒരു പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ എടുക്കരുത്, വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും മതിയാവും. ഇതിലേക്ക് ഒരു പച്ചമുളകിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും ചേർത്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഈ ഒരു വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തക്കാളി ഇതുപോലെ അരക്കാതെയും നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്തിട്ടും ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഇതുപോലെ അരച്ച് തയ്യാറാക്കി എടുക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മറ്റത് നമുക്ക് ഒരുപാട് സമയമാവും, അത് ഉടയുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇതുപോലെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ടും തിളപ്പിച്ച് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പുളി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പുളി നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അച്ചാറിൻ്റെയും ചട്നിയുടെയൊക്കെ പോലെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളിയുടെ പുളി തന്നെ മതി എന്നുള്ളവർക്ക് എക്സ്ട്രാ പുളി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷേ ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ല കിടിലൻ ടേസ്റ്റുള്ള തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിലേക്ക് മാത്രമല്ല കേട്ടോ, ദോശയിലേക്കും വെള്ളപ്പത്തിലേക്കും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കാറില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.